എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് മെത്തഡോളജി സബ്ജക്റ്റിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഫസ്റ്റ് വൺ, റിസർച്ച്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു സെർച്ച് ഫോർ നോളജ്. നോളജിൻ്റെ ഒരു സെർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ഈ സ്ക്രീനിൽ കൊടുത്തിട്ടില്ലെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു മീനിങ് ഞാൻ പറയാം. ഇറ്റ് ഈസ് ആൻ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി, അതാണ് നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മീനിങ് റിസർച്ചിന് കൊടുക്കാവുന്നതാണ്. സെർച്ച് ഫോർ നോളജ് ആണ്, ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക് ആണ്, അതുപോലെ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉണ്ടായിരിക്കണം, സെർച്ച് ഫോർ നോളജ് ഉണ്ടായിരിക്കണം, ഇൻഡെപ്ത് സ്റ്റഡി ഉണ്ടായിരിക്കണം. ഈ 3 വാക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ റിസർച്ചിൻ്റെ മീനിങ് ആയി. അടുത്തതാണ് റിസർച്ച് മെത്തഡോളജി. It is the description, explanation and justification of various methods of conducting research. റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മെത്തേഡ്സുകളുടെ ഒരു ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലനേഷനും ജസ്റ്റിഫിക്കേഷനുമാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഡി, എക്സ്പ്ലനേഷൻ ഇ, ജസ്റ്റിഫിക്കേഷൻ ജെ. DEJ, റിസർച്ച് മെത്തഡോളജി ഈസ് ഈക്വൽ ടു DEJ. അങ്ങനെ ഓർത്താൽ മതി. D ഫോർ ഡിസ്ക്രിപ്ഷൻ, E ഫോർ എക്സ്പ്ലനേഷൻ ആൻഡ് J ഫോർ ജസ്റ്റിഫിക്കേഷൻ. റിസർച്ചിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളുടെ ഡിസ്ക്രിപ്ഷനെയും എക്സ്പ്ലനേഷനെയും ജസ്റ്റിഫിക്കേഷനെയുമാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, ജസ്റ്റിഫിക്കേഷൻ അതുണ്ടായിരിക്കണം. Then researcher, a person who carries out academic or scientific research is called researcher. അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലോ ഒരു വ്യക്തി ആഴത്തിലുള്ള പഠനം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് നടത്തുകയാണെങ്കിൽ ആ വ്യക്തിയെയാണ് റിസർച്ചർ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു കാരീസ് academic or scientific research is called researcher. academic or scientific research, അതാണ് അതിൻ്റെ കീവേഡ്. അക്കാഡമിക് അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് എന്ത് പറയാം, റിസർച്ചർ എന്ന് പറയാം. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് മീൻസ് സ്റ്റഡിങ്, കളക്ടിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ഡാറ്റ. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ്ങിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യാം. അത് 5 മാർക്കിനാണെങ്കിലും 10 മാർക്കിനാണെങ്കിലും. 10 അല്ല, ഈ സബ്ജക്റ്റിൽ 11 മാർക്കാണ് എസ്സേക്ക്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? സ്റ്റഡിങ്, കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ഡാറ്റ. അപ്പോൾ ഒരു ഡാറ്റയെ സ്റ്റഡി ചെയ്യുന്നു, സ്റ്റഡിങ് ഓഫ് ഡാറ്റ, കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, ഇൻ്റർപ്രട്ടേഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഈ ഒരു 5 പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് ചോദിച്ചാൽ സ്റ്റഡിങ്, കളക്ടിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ഓഫ് ഡാറ്റ. അടുത്തതാണ് VOI. VOI സ്റ്റാൻഡ്സ് ഫോർ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ. വാല്യൂ ഓഫ് ഇൻഫർമേഷനെയാണ് എന്ത് പറയുന്നത്, VOI എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എസ്റ്റിമേഷൻ ഓഫ് എമൗണ്ട് ഓഫ് നോളജ് ഈസ് വർത്ത് ഇൻ ഓർഡർ ടു മേക്ക് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എസ്റ്റിമേഷൻ ഓഫ് എമൗണ്ട് ഓഫ് നോളജിനെയാണ് വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് നോളജ് എസ്റ്റിമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അടുത്തതാണ് കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ അഥവാ COI. ഇറ്റ് റെഫേഴ്സ് ടു എൻ എമൗണ്ട് ദാറ്റ് ഹാസ് ബീൻ പെയ്ഡ് ഓർ സ്പെൻഡ് ടു ബൈ ഓർ ഒബ്റ്റെയിൻ സം ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ കോസ്റ്റിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടിനെയാണ് കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് ദാറ്റ് ഹാസ് ടു ബി പെയ്ഡ് ഓർ സ്പെൻഡ് ടു ബൈ ആൻ ഇൻഫർമേഷൻ.
ഒരു ഇൻഫർമേഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ. നെക്സ്റ്റ്, ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. റിസർച്ചിന്റെ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും 1-2 റിസർച്ചിന്റെ ടൈപ്പ് 2 മാർക്കിനും അല്ലെങ്കിൽ 11 മാർക്കിന്റെ എസ്ഐക്ക് ചിലപ്പോൾ റിസർച്ചിന്റെ ടൈപ്പ് മാത്രമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് ബിയിൽ റിസർച്ചിന്റെ ടൈപ്പ് ചോദിക്കാം. റിസർച്ചിന്റെ ടൈപ്പിന്റെ 1 ലൈൻ മീനിങ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്ങിന്റെ ടെക്നിക് ഉണ്ടല്ലോ, അതും എസ്ഐ ചോദിക്കും. അതിൻ്റെയൊക്കെ 1 ലൈൻ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ സ്ക്രീനിൽ കാണിച്ച നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ട് ആ ടൈമിൽ റിപ്ലൈ തന്നില്ലേ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ അയച്ചാൽ മതി. നമ്മൾ നോക്കിയിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ആ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻറ്റ്സ് നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ജൂനിയേഴ്സിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഈ 6 സെമസ്റ്റർ വരെ നിങ്ങൾ ജുറാസിൻ്റെ നോട്ട്സും വീഡിയോസും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിന് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, ആദ്യത്തത് ബേസിക് റിസർച്ച് ആണ്. ഓരോ ടൈപ്പ് ഓഫ് റിസർച്ച് നമുക്ക് 1 ലൈൻ മീനിങ്ങോടുകൂടി എളുപ്പത്തിൽ ഈ വീഡിയോയിലൂടെ പഠിച്ചെടുക്കാം. ആദ്യത്തതാണ് ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ച് 2 പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, പ്യുവർ റിസർച്ച് എന്നും ഫണ്ടമെന്റൽ റിസർച്ച് എന്നും. It is a type of investigation focused on the understanding of a particular phenomenon, study or law of nature. Basic research എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a type of investigation on a particular phenomenon. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനെയാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കീ വേർഡ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഫിനോമിനൻ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അടുത്തതാണ് അപ്ലൈഡ് റിസർച്ച്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് എയിംസ് ടു ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിംഗ് ബൈ ദി സൊസൈറ്റി ഓർ എൻ ഓർഗനൈസേഷൻ. ഒരു സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് സൊസൈറ്റി ഓർ ഓർഗനൈസേഷൻ, അതിന് സൊല്യൂഷൻ കൊടുക്കുക എന്നതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈഡ് റിസർച്ചിൻ്റെ മീനിങ് അങ്ങനെ ഓർത്ത് വെക്കുക. കോവിഡ്, നിപ്പ വൈറസ്, ഇതൊക്കെ പെട്ടെന്ന് വന്നതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നത് എന്ത് റിസർച്ചാണ്? അപ്ലൈഡ് റിസർച്ച് ആണ്. അപ്പോൾ അപ്ലൈഡ് റിസർച്ചിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫോർ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ ഓർഗനൈസേഷൻ. അടുത്തതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ പ്രോബ്ലം വിച്ച് ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. അവ്യക്തമായ പ്രോബ്ലത്തിൻ്റെ മുകളിൽ ഒരു റിസർച്ച് നടത്തുകയാണ്. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയില്ല, എന്നാൽ നമുക്ക് ഉള്ള അറിവ് വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് പൂർണ്ണമായും അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത് പ്രോബ്ലം വിച്ച് ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 നോക്കാം. അപ്ലൈഡ്, ആദ്യത്തത് എന്താണ്? ബേസിക് റിസർച്ച് ആണ്. അതിലെന്താ വരുന്നത്? പെർട്ടിക്കുലർ ഫിനോമിനൻ. അപ്ലൈഡ് റിസർച്ചിൽ എന്താണ്? സൊല്യൂഷൻ ഫോർ ഇമ്മീഡിയറ്റ് പ്രോബ്ലം. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ എന്താ പറയുന്നത്? പ്രോബ്ലം നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. അടുത്തതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ കോസ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ മൂലകാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ഒരു റിസർച്ചിനെയാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഡയഗ്നോസ് ചെയ്യില്ലേ, ലാബിലൊക്കെ പോയിട്ട് നമ്മൾ സ്കാനിങ് ഒക്കെ നടത്തില്ലേ? എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ തലയ്ക്ക് സ്കാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ തലയുടെ ഉള്ളിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഡയഗ്നോസ് ചെയ്ത് എന്താണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കുന്നതല്ലേ? അങ്ങനെ ഓർത്താൽ മതി. കോസ് ഓഫ് എ പ്രോബ്ലം, അതിൻ്റെ റീസൺ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 1 ലൈൻ മീനിങ് ഇതുണ്ടായിരിക്കണം ആൻസർ ഷീറ്റിൽ. ഐഡന്റിഫൈ ദ കോസ് ഓഫ് എ പ്രോബ്ലം. പിന്നെ റിസർച്ചിന്റെ ഏത് ടൈപ്പ് ചോദിച്ചാലും നിങ്ങൾക്ക് ആദ്യത്തെ ലൈൻ എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച്. അപ്പൊ തന്നെ ഒരു ലൈനായി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദി കോസ് ഓഫ് എ പ്രോബ്ലം ഈസ് കോൾഡ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. അടുത്തതാണ് ലോങ്കിറ്റ്യൂഡിനൽ റിസർച്ച്.
ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഇൻവോൾവ്സ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ഓഫ് സെയിം വാരിയബിൾ. സെയിം വാരിയബിൾസിന്റെ റിപ്പീറ്റഡ് ഒബ്സർവേഷനെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുന്നതിനെയാണ് ലോങ്കിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ഓഫ് എ സെയിം വാരിയബിൾ. അടുത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഒരൊറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഫോക്കസസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ന്യൂമറിക്കൽ ഡാറ്റ. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് റിസർച്ച് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ റിസർച്ചിന്റെ ടൈപ്സും നമ്മൾ പറഞ്ഞു. 1 ലൈൻ മീനിങ് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക. ഓക്കെ. റിസർച്ച് ഡിസൈൻ. ഇറ്റ് ഈസ് എ പ്ലാൻഡ് സീക്വൻസ് ഓഫ് എൻറ്റയർ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ എ റിസർച്ച്. ഒരു റിസർച്ചിലെ എല്ലാ സ്റ്റെപ്പിനെയും കൂടെ നമുക്ക് എന്ത് പറയാം? റിസർച്ച് ഡിസൈൻഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ പ്ലാൻഡ് സീക്വൻസ്. അത് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് എ പ്ലാൻഡ് സീക്വൻസ്. അത് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. എന്തിന്റെ പ്ലാൻഡ് സീക്വൻസ് ആണ്? റിസർച്ചിന്റെ, ആ ഒരു റിസർച്ച് പ്രോസസ്സിന്റെ. അപ്പോൾ ഇറ്റ് ഈസ് എ പ്ലാൻഡ് സീക്വൻസ് ഓഫ് റിസർച്ച് പ്രോസസ്. ആ ഒരു ഒറ്റ ലൈൻ മീനിങ് മതി. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാൻഡ് സീക്വൻസ് ഓഫ് റിസർച്ച് പ്രോസസ്. റിസർച്ച് പ്രോസസ്സിന്റെ ഒരു പ്ലാൻഡ് സീക്വൻസിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ ഡിപ്പെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും. ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിപ്പെൻഡന്റ് വാരിയബിൾ എന്ന് പറയുന്നു. ഒരു വേരിയബിളിന്റെ വാല്യൂ മറ്റൊരു വേരിയബിളിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് വാരിയബിൾ എന്ന് പറയുന്നു. അടുത്തത് ഡാറ്റ. ഡാറ്റ ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഫാക്റ്റും ഫിഗേഴ്സും കളക്ട് ചെയ്യുന്നതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ കളക്ഷൻ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡാറ്റ. ദെൻ പ്രൈമറി ഡാറ്റയും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയും ഉണ്ട്. പ്രൈമറി ഡാറ്റാസ് ആർ ദോസ് ഡാറ്റ വിച്ച് ഈസ് കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഇൻ ഫസ്റ്റ് ടൈം. ഫ്രഷ് ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ഈസ് കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഇൻ ഫസ്റ്റ് ടൈം. അപ്പോൾ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും ഒക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഡു യു മീൻ ബൈ സെക്കൻഡറി ഡാറ്റ ഓഫ് ഡാറ്റ കളക്ഷൻ എന്താണെന്ന്. അപ്പോൾ പ്രൈമറി ഡാറ്റയെ കുറിച്ച് 3 പോയിന്റ് ഓർത്ത് വെക്കുക. പ്രൈമറി ഡാറ്റ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, അത് ഫ്രഷ് ഡാറ്റയാണ്. ഓക്കെ. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്താണ്? റിസർച്ചർ ഫസ്റ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതെന്താണ്? ഫസ്റ്റ് ടൈമാണ്, ഫ്രഷ് ആണ്. അതുപോലെ തന്നെ അതിന്റെ മീനിങ്ങിന്റെ കൂടെ നിങ്ങൾക്ക് പ്രൈമറി ഡാറ്റയുടെ സോഴ്സും കൂടെ എഴുതി വെക്കാം. ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പ്രൈമറി ഡാറ്റ ആർ ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾ, ഇന്റർവ്യൂ എക്സെട്ര. മാർക്ക് കിട്ടും, 2 മാർക്ക്. നല്ല അറിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും അല്ലേ? കാരണം അതിന്റെ കൂടെ നിങ്ങൾക്ക് അതും കൂടെ എഴുതി വെക്കാം. അപ്പൊ പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ പ്രൈമറി ഡാറ്റാസ് ആർ ദോസ് ഡാറ്റ വിച്ച് ഈസ് കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഇൻ ഫസ്റ്റ് ടൈം ആൻഡ് ദിസ് ഈസ് ദ ഫ്രഷ് ഡാറ്റ. ദ മേജർ സോഴ്സ് ഓഫ് പ്രൈമറി ഡാറ്റാസ് ആർ ക്വസ്റ്റ്യനെയർ, ഇന്റർവ്യൂ, ഷെഡ്യൂൾ എക്സെട്ര. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എന്താ? ഡാറ്റാസ് ആർ ദോസ് ഡാറ്റ വിച്ച് ഈസ് ഓൾറെഡി കളക്റ്റഡ് ബൈ റിസർച്ചർ സം അതർ പർപ്പസ്. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർച്ചർ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ് എന്ത്? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ അതെന്താണ്? സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണ്, അത് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ അല്ല. അതിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? ജേണല്, മാഗസിന് അല്ലെ, ബുക്സ്, അതൊക്കെയാണ് സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സ്. അടുത്തതാണ് മെഷർമെന്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിം ടു ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിമിനെയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നതിനെ സ്കെയിലിംഗ് എന്ന് പറയുന്നു. നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്പർ വാല്യൂസിന് അസൈൻ ചെയ്യുന്നു. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഓർഡറിൽ റാങ്ക് ചെയ്യുന്നു. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിനെ മെഷർമെന്റിനെ ഓർഡർ കൊടുക്കുന്നു. റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിന് റാങ്ക് കൊടുക്കുന്നു. ദെൻ വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് അബൌട്ട് ആക്യുറസി. ആ ഒരൊറ്റ പോയിന്റ് ഓർത്താൽ മതി. വാലിഡിറ്റിയും റിലയബിലിറ്റിയും ചോദിക്കാറുണ്ട്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ആക്യുറസി ആണ്, റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആണ്. അപ്പൊ വാലിഡിറ്റിയും 2 രീതിയിലുണ്ട്, റിലയബിലിറ്റിയും 2 രീതിയിലുണ്ട്. വാലിഡിറ്റിയും ഇന്റേണൽ വാലിഡിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്.
റിലയബിലിറ്റിയും അതുപോലെ തന്നെ ഇന്റേണൽ റിലയബിലിറ്റിയും ഉണ്ട്, എക്സ്റ്റേണൽ. അപ്പോൾ വാലിഡിറ്റിയോ റിലയബിലിറ്റിയോ ചോദിച്ചാൽ പലരും അതിന്റെ ആൻസർ ചെയ്യാറില്ല, കാണാറുണ്ട്, അത് അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. വാലിഡിറ്റി ഈസ് അബൌട്ട് ആക്യുറസി, VA. വാലിഡിറ്റിന്റെ VA ഉണ്ടല്ലോ വാലിഡിറ്റിയിൽ. അപ്പോൾ വാലിഡിറ്റിയുടേത് ആക്യുറസി ആണ്, റിലയബിലിറ്റിയുടേത് എന്താണ്? കൺസിസ്റ്റൻസി ആണ്. രണ്ടിലും നിങ്ങൾക്ക് എഴുതാം. വാലിഡിറ്റി രണ്ട് രീതിയിലുണ്ട്, ഇന്റേണൽ വാലിഡിറ്റിയും എക്സ്റ്റേണൽ വാലിഡിറ്റിയും. റിലയബിലിറ്റിയും രണ്ട് രീതിയിലുണ്ട്, ഇന്റേണൽ റിലയബിലിറ്റിയും എക്സ്റ്റേണൽ റിലയബിലിറ്റിയും. അടുത്തതാണ് പൈലറ്റ് സ്റ്റഡി അല്ലെങ്കിൽ പൈലറ്റ് സർവേ. ഇറ്റ് ഈസ് എ മിനി വേർഷൻ ഓഫ് ഫുൾ സ്കെയിൽ സ്റ്റഡി. നമ്മുടെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിന്റെ ഒരു ചെറിയ രൂപത്തിനെയാണ് എന്ത് പറയുന്നത്? പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്രയൽ റൺ ഡൺ ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് കംപ്ലീറ്റ് സ്റ്റഡി. നമ്മളെ കംപ്ലീറ്റ് സ്റ്റഡിയുടെ മുമ്പിലുള്ള ഒരു ട്രയൽ റൺ സ്റ്റഡിയാണ് പൈലറ്റ് സ്റ്റഡി. ഇപ്പൊ പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മിനി വേർഷൻ ഓഫ് ഫുൾ സ്കെയിൽ സ്റ്റഡി. അത് മാത്രം ഓർത്താൽ മതി, 2 മാർക്ക് കിട്ടും. ഇറ്റ് ഈസ് എ മിനി വേർഷൻ ഓഫ് ഫുൾ സ്കെയിൽ സ്റ്റഡി. നമ്മൾ പൂർണ്ണമായിട്ടുള്ള സ്റ്റഡിയുടെ മുമ്പിലുള്ള അതിൻ്റെ ഒരു ചെറിയ രൂപത്തെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തതാണ് ബിഹേവിയർ മാപ്പിംഗ്. ഇറ്റ് ഈസ് എ റിസർച്ച് ടൂൾ യൂസ്ഡ് ടു ഒബ്സർവ് ആൻഡ് റെക്കോർഡ് ബിഹേവിയേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റിംഗ്. ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ മാപ്പിംഗും ഫോക്കസ് ഗ്രൂപ്പിംഗും ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബിഹേവിയർ മാപ്പിംഗ് എന്തായാലും പഠിച്ചു പോയിക്കോളൂ. ഇറ്റ് ഈസ് എ റിസർച്ച് ടൂൾ. റിസർച്ചിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു ബിഹേവിയർ മാപ്പിംഗ് എന്ന് പറയുന്നത്. ടു ഒബ്സർവ് ആൻഡ് റെക്കോർഡ് ബിഹേവിയേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ സെറ്റിംഗ്സ്. ഒരു പെർട്ടിക്കുലർ സിറ്റിംഗ്സിൽ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു റിസർച്ച് ടൂളാണ് ബിഹേവിയർ മാപ്പിംഗ്. ഇപ്പൊ റിസർച്ചർ ഡാറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇത് പഠിക്കാതെ പോരുത്. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി, രണ്ടായിട്ട് ഇതിനെ കട്ട് ചെയ്യുക. ഒന്ന്, ഇതൊരു റിസർച്ച് ടൂൾ ആണെന്ന് ഉപയോഗിക്കുക, മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ റിസർച്ച് ടൂൾ. രണ്ടാമത് എന്ത് പഠിക്കുക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ആൻഡ് റെക്കോർഡ് ബിഹേവിയർ. അത്രയും മതി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ആൻഡ് ഒബ്സർവ് ബിഹേവിയർ. അടുത്തതാണ് ഫോക്കസ് ഗ്രൂപ്പിംഗ്. ഇറ്റ് ഈസ് എ റിസർച്ച് ടെക്നിക് യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ത്രൂ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ. ഗ്രൂപ്പ് ഇന്ററാക്ഷനിലൂടെ, അതാണ് ഫോക്കസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഇന്ററാക്ഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫോക്കസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇറ്റ് ഈസ് എ റിസർച്ച് ടെക്നിക് യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ത്രൂ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ. ഗ്രൂപ്പ് ഇന്ററാക്ഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പൊ ഫോക്കസ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1 ലൈനിൽ നിങ്ങൾ എന്ത് ഓർത്ത് വെക്കും? ഗ്രൂപ്പ് ഇന്ററാക്ഷൻ എന്ന് ഓർത്ത് വെക്കും. അടുത്തതാണ് സെൻസസ് സ്റ്റഡി. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഓൾ യൂണിറ്റ്സ് ഇൻ ദി പോപ്പുലേഷൻ. പോപ്പുലേഷനിലെ മൊത്തം യൂണിറ്റ്സിനെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ അതിനെ സെൻസസ് എന്ന് പറയുന്നു. ഓക്കെ. അടുത്തത് ഡെൽഫി മെത്തേഡാണ്. ഒബ്സർവേഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക്, ഈ വീഡിയോ ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ലെങ്ത് ഉള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ മടിക്കും. അതുകൊണ്ട് ഇതിന്റെ പകുതി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാമ്പിളിൽ നിന്നും റിസർച്ച് റിപ്പോർട്ടിൽ നിന്നും ഒക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നോട്ട്. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീണ്ടും. ഓക്കെ. ഇപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ജൂനിയേഴ്സിന് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.